ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ പ്രോബ്ലംസാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. അപ്പോൾ അലൗഡ് എക്സ്പെൻസും ഡിസലൗഡ് എക്സ്പെൻസും ഏതൊക്കെയാണ് എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് അലൗഡ് എക്സ്പെൻസ്, ഏതൊക്കെയാണ് ഡിസലൗഡ് എക്സ്പെൻസ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, നോക്കി നോക്കൂ. ഫസ്റ്റ്, സെയിൽസ് ടാക്സ് പെയ്ഡ് ബൈ എൻ അസസി. അത് അലൗഡ് ആണോ ഡിസലൗഡ് ആണോ എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ ക്വസ്റ്റ്യൻസ് മൊത്തം ഒന്നിച്ച് വായിക്കാം, എന്നിട്ട് ആൻസർ പറയാം. സെക്കൻഡ്, സ്റ്റോക്ക് ഇൻ ട്രേഡ് വാസ് ലോസ്റ്റ് ഡ്യൂ ടു ഫയർ ആൻഡ് ദി എമൗണ്ട് ഓഫ് സ്റ്റോക്ക് ഡിസ്ട്രോയ്ഡ് ഡെബിറ്റഡ് ടു ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഫയർ മൂലം സ്റ്റോക്ക് കത്തി നശിച്ചു പോയി. അത് പക്ഷേ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് അലൗഡ് ആയിട്ടാണോ ഡിസലൗഡ് ആയിട്ടാണോ പരിഗണിക്കുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. നെക്സ്റ്റ്, ബ്രോക്കറേജ് പെയ്ഡ് ഫോർ റേസിംഗ് ലോൺ ഫോർ ദി ബിസിനസ്. അതുപോലെ കമ്മീഷൻ പെയ്ഡ് ഫോർ സെക്യൂറിങ് ബിസിനസ് ഓർഡേഴ്സ്. ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ്. ലോസ് ഡ്യൂ ടു മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് ബൈ ആൻ എംപ്ലോയി. കോമ്പൻസേഷൻ പെയ്ഡ് ടു ആൻ എംപ്ലോയി ഫോർ ദി പ്രിമച്വർ ടെർമിനേഷൻ ഓഫ് ഹിസ് സർവീസ്. Next, a penalty paid for customs authorities to import some prohibited goods for the purpose of making huge profit for the business. Next, a provision made for bad and doubtful debts. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും കേസിൽ അലൗഡ് ആണോ ഡിസലൗഡ് ആണോ എന്നുള്ളത് നോക്കണം. ഫസ്റ്റ് വൺ, സെയിൽസ് ടാക്സ് പെയ്ഡ് ബൈ എൻ അസസി, അല്ലേ? ഇസ് എ ബിസിനസ് എക്സ്പെൻഡിച്ചർ. അതൊരു ബിസിനസ് എക്സ്പെൻഡിച്ചറാണ്. ആ ഒരു അസസ് അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വലിൻ്റെ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയി വരുന്നതാണ് സെയിൽസ് ടാക്സ് പെയ്ഡ് എന്ന് പറയുന്നത്, അല്ലേ? ഇറ്റ് ഈസ് ഇൻകേർഡ് ഇൻ കണക്ഷൻ വിത്ത് ദി റണ്ണിങ് ഓഫ് ബിസിനസ്. അയാളുടെ ബിസിനസ്സിൻ്റെ പ്രവർത്തനമായിട്ട് റിലേറ്റഡ് ആണ്. ഫോർ ദിസ് ഐറ്റം ഈസ് ആൻ അഡ്മിസിബിൾ ഡിഡക്ഷൻ. അപ്പോൾ അതുകൊണ്ട് ഇതെന്താണ്? അഡ്മിസിബിൾ എക്സ്പെൻസ് ആണ്, അല്ലെങ്കിൽ അലൗഡ് എക്സ്പെൻസ് ആണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത്, ലോസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഈസ് ആൻ അഡ്മിസിബിൾ ഡിഡക്ഷൻ സിൻസ് ദി സ്റ്റോക്ക് ഈസ് മെയിൻറ്റെയിൻ ഫോർ ദി ബിസിനസ് പർപ്പസ്. ഇപ്പോൾ ഫയർ മൂലം സ്റ്റോക്ക് ലോസ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? അങ്ങനെ വരികയാണെങ്കിൽ അതും എന്താണ്? ഇറ്റ്സ് ആൻ അഡ്മിസിബിൾ ഡിഡക്ഷൻ ആണ്, സിൻസ് ദി സ്റ്റോക്ക് ഈസ് മെയിൻറ്റെയിൻ ഫോർ ദി ബിസിനസ് പർപ്പസ്. ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അഡ്മിസിബിൾ എക്സ്പെൻസ് വേണം. നെക്സ്റ്റ്, ബ്രോക്കറേജ് പെയ്ഡ് ഫോർ റേസിംഗ് ലോൺ ഫോർ ദി ബിസിനസ് ഈസ് ആൻ അഡ്മിസിബിൾ എക്സ്പെൻഡിച്ചർ. അതുപോലെ ബ്രോക്കറേജ് കൊടുക്കുകയാണെങ്കിൽ റേസിംഗ് ലോണ് ഫോർ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനുള്ള ലോണ് വാങ്ങിക്കുന്നതിന് വേണ്ടി ബ്രോക്കറേജ് കൊടുത്തു എന്ന് പറഞ്ഞാലും അത് ബിസിനസ്സിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അത് അലവബിൾ എക്സ്പെൻസാണ്. നെക്സ്റ്റ് വരുന്നത്, കമ്മീഷൻ ഈസ് പെയ്ഡ് ഫോർ സെക്യൂറിങ് ബിസിനസ് ഓർഡേഴ്സ്. കാരണം ബിസിനസ് ഓർഡേഴ്സ് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്മീഷൻ കൊടുത്തു. ഇറ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ഇൻ ദി ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് ഹാൻസ് അലൗഡ്. അതും ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആണ്, അലവബിൾ എക്സ്പെൻസ് ആണ്. നെക്സ്റ്റ് പറയുന്നത്, ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? ബാഡ് ഡെറ്റ്സ് ആർ ഇൻകേർഡ് ബൈ എ ബിസിനസ് ഇൻ ദി കോഴ്സ് ഓഫ് സെല്ലിംഗ് ദി പ്രോഡക്ട്സ് ഓൺ ക്രെഡിറ്റ് ബേസിസ്. കടത്തിന് പ്രോഡക്ട്സ് സെയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ബാഡ് ഡെറ്റ്സ് ഉണ്ടാകുന്നത്, അല്ലേ? അത് എന്താണ്? ബിസിനസ്സായിട്ട് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് എന്തായിരിക്കും? അത് അലവബിൾ എക്സ്പെൻസ് ആയിരിക്കും. ഇറ്റ് ഈസ് എ എക്സ്പെൻഡിച്ചർ അസോസിയേറ്റഡ് വിത്ത് ദി ഓർഡിനറി ബിസിനസ് ആക്ടിവിറ്റി ആൻഡ് ഹാൻസ് ഡിഡക്റ്റിബിൾ. അപ്പോൾ അലവബിൾ എക്സ്പെൻസ് ആണ്. നെക്സ്റ്റ് പറയുന്നത്, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് ബൈ എംപ്ലോയീസ്. എംപ്ലോയീസ് ക്യാഷ് മോഷ്ടിച്ചു എന്ന് പറയുകയാണെങ്കിൽ ലൈക്ലി ടു ഹാപ്പൺ ഇൻ എ ബിസിനസ്. അതൊരു ബിസിനസ്സിലാണ് സംഭവിക്കുന്നത്. എംപ്ലോയീസ് എടുക്കുകയാണെങ്കിൽ അത് ബിസിനസ് എന്നേ എടുക്കുള്ളൂ, അല്ലേ? ഇറ്റ് ഈസ് ഇൻകേർഡ് ഇൻ ദി ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് ഇറ്റ് ഈസ് അലൗഡ് ആസ് എ ഡിഡക്ഷൻ. അപ്പോൾ അത് ബിസിനസ്സിൽ സംഭവിക്കുന്നതായതുകൊണ്ട് അവിടെയും അത് അലവബിൾ എക്സ്പെൻസ് ആണ്. നെക്സ്റ്റ് പറയുന്നത്, ഇഫ് ദി ടെർമിനേഷൻ ഓഫ് ദി എംപ്ലോയി ഈസ് മെയ്ഡ് ഫോർ ദി ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി ബിസിനസ്. എംപ്ലോയീസിൻ്റെ ടെർമിനേഷനായിട്ട് റിലേറ്റഡ് ആയിട്ട് അയാൾക്ക് കോമ്പൻസേഷൻ കൊടുത്തു എന്നാണ് പറഞ്ഞത്, അല്ലേ? അതും എന്താണ്? ബിസിനസ്സായിട്ട് റിലേറ്റഡ് ആണ്. ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് ബിസിനസ് എക്സ്പെൻഡിച്ചർ ആണ്, ഹാൻസ് ഇറ്റ് ഈസ് അഡ്മിസിബിൾ. അതും അലവബിൾ എക്സ്പെൻസ് ആണ്. നെക്സ്റ്റ് പറയുന്നത്, പെനാൽറ്റി പെയ്ഡ് ഫോർ കസ്റ്റംസ് അതോറിറ്റീസ് ടു ഇമ്പോർട്ട് സം പ്രൊഹിബിറ്റഡ് ഗുഡ്സ് ഫോർ ദി പർപ്പസ് ഓഫ് മേക്കിംഗ് ഹ്യൂജ് പ്രോഫിറ്റ് ഫോർ ബിസിനസ്. പെനാൽറ്റി പെയ്ഡ് ഫോർ കസ്റ്റംസ് അതോറിറ്റീസ് ടു ഇമ്പോർട്ട് സം പ്രൊഹിബിറ്റഡ് ഗുഡ്സ് ഫോർ ദി പർപ്പസ് ഓഫ് മേക്കിംഗ് ഹ്യൂജ് പ്രോഫിറ്റ് ഫോർ ബിസിനസ്.
അതായത് നിരോധിച്ചിട്ടുള്ള ഗുഡ്സുകൾ വിറ്റതുകൊണ്ട് കസ്റ്റംസ് അതോറിറ്റിക്ക് പെനാൽറ്റി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അത് എന്ന് പറയുന്നത് എന്താണ്, അത് നിരോധിച്ചിട്ടുള്ളതാണ്, ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതല്ല. കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നിരോധിച്ച കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് അല്ല. അതുകൊണ്ട് അതെന്താണ്, ഡിസലൗഡ് എക്സ്പെൻസാണ്, നോട്ട് അലൗഡ് ആസ് ബിസിനസ് എക്സ്പെൻഡിച്ചർ. ഇത് ബിസിനസ്സിൻ്റെ എക്സ്പെൻഡിച്ചറായിട്ട് റിലേറ്റഡ് അല്ല. അതുകൊണ്ട് ഡിസലൗഡ് എക്സ്പെൻസാണ് ഇങ്ങനെ വരികയാണെങ്കിൽ. Okay, next, provision for bad and doubtful debts is simply a provision made in anticipation of the future expenditure and hence cannot be deductible. ഇനി നമ്മൾ ബാഡ് ഡെറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആണ്, അത് എന്താണ് അലവബിൾ എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞു. എന്നാൽ ഈ ബാഡ് ഡെറ്റ്സ് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് മെയ്ഡ് ചെയ്യുകയാണെങ്കിൽ അത് ആൻറ്റിസിപ്പേഷൻ ഓഫ് എ ഫ്യൂച്ചർ എക്സ്പെൻഡിച്ചർ, ഫ്യൂച്ചറിൽ എക്സ്പെൻഡിച്ചർ വരും എന്ന് വിചാരിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് കീപ്പ് ചെയ്യുന്നതാണ്. അത്തരം പ്രൊവിഷൻസ് എന്താണ്, ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അത് ഉണ്ടാവാതിരിക്കാം അല്ലേ. മറ്റേതെന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ സംഭവിക്കുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് ഓരോന്നും അലവബിൾ എക്സ്പെൻസ് ആയത്. ഇവിടെ ഇത് ഉണ്ടാവാം അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാം. അങ്ങനെ പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിലൊക്കെ എന്താണ്, അത് ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ടാക്സബിൾ പ്രോഫിറ്റ് കണ്ടെത്തുമ്പോൾ ഇത്തരം എക്സ്പെൻസ്, ഡിസലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു ക്വസ്റ്റ്യൻസിൽ വരുന്നത്. ഇനി ഒരു നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. സ്റ്റേറ്റ് വെദർ ദി ഫോളോയിങ് ഐറ്റംസ് ആർ ഡിഡക്റ്റബിൾ വിത്ത് റീസൺസ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ റീസൺ വരുന്നതെന്ന്. ഡൊണേഷൻ ടു എ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഡൊണേഷൻ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഓരോ ബിസിനസ് സ്ഥാപനങ്ങളിലും പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഡൊണേഷൻസ് കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അത് അലൗഡ് ആണോ ഡിസലൗഡ് ആണോ എന്നുള്ളതാണ്. അത് ക്വസ്റ്റ്യൻസ് ആദ്യം വായിച്ചിട്ട് ആൻസർ പറയാം. എമൗണ്ട് സ്പെൻഡ് ഇൻ കണക്ഷൻ വിത്ത് ദി ഇൻസ്റ്റാളേഷൻ ഓഫ് എ ന്യൂ ടെലിഫോൺ കണക്ഷൻ, കമ്മീഷൻ പെയ്ഡ് ഫോർ പർച്ചേസിംഗ് റോ മെറ്റീരിയൽസ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച്, interest paid on loan which was originally taken for the acquisition of a capital asset. Next, expenses for shifting a business from urban to rural area. Next, legal expenses paid to protect the building of the business. Preliminary expenses incurred before the commencement of production activities. Lump sum amount paid for acquiring know-how. Income tax paid on behalf of an non-resident assessee in respect of whose income the assessee was assessed as agent. ഓക്കെ, ഓരോന്നും 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് പറഞ്ഞത് ഡൊണേഷൻ കൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ്. ഡൊണേഷൻ ടു എ പൊളിറ്റിക്കൽ പാർട്ടി. ഓക്കെ, ഡൊണേഷൻ ടു എ പൊളിറ്റിക്കൽ പാർട്ടി ഈസ് നോട്ട് ആൻ അലവബിൾ ഡിഡക്ഷൻ ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഇൻകേർഡ് ഫോർ ബിസിനസ് പർപ്പസ്. അല്ലേ, ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല അത് കൊടുത്തിട്ടുള്ളത്, അത് പുറത്തുള്ള ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെന്താണ്, ഡിസലൗഡ് എക്സ്പെൻസാണ്. നെക്സ്റ്റ്, എമൗണ്ട് സ്പെൻഡ് ഇൻ കണക്ഷൻ വിത്ത് ദി ഇൻസ്റ്റാളേഷൻ ഓഫ് ന്യൂ ടെലിഫോൺ കണക്ഷൻ ഈസ് ആൻ അലവബിൾ എക്സ്പെൻഡിച്ചർ ബിക്കോസ് ടെലിഫോൺ ഈസ് എ മസ്റ്റ് ടു ക്യാരി ഔട്ട് ദി റൊട്ടീൻ ബിസിനസ് ആക്ടിവിറ്റീസ്. അപ്പോൾ ടെലിഫോൺ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ റൊട്ടീൻ ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യാൻ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പം അതുകൊണ്ട് അതെന്താണ്, അലവബിൾ എക്സ്പെൻസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ടെലിഫോൺ എക്സ്പെൻസ്. നെക്സ്റ്റ് വരുന്നത് കമ്മീഷൻ പെയ്ഡ് ഫോർ പർച്ചേസിങ് റോ മെറ്റീരിയൽസ് ഈസ് ഓർഡിനറി ബിസിനസ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഹൻസ് ക്യാൻ ബി അലൗഡ്. കമ്മീഷൻ കൊടുക്കുകയാണെങ്കിൽ, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി കമ്മീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ബിസിനസ് എക്സ്പെൻഡിച്ചറാണ്, അതുകൊണ്ട് അലൗഡ് എക്സ്പെൻസാണ്. നെക്സ്റ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച് ഇൻക്ലൂഡ് ഇൻ റിലേഷൻ ടു ബിസിനസ് ഈസ് അലൗഡ് ഇൻ ഫുൾ. അപ്പോൾ സയൻറ്റിഫിക് റിസർച്ചിന് വേണ്ടി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ സംബന്ധിച്ചുള്ള സയൻറ്റിഫിക് റിസർച്ചിന് വരുന്ന എക്സ്പെൻസുകൾ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് ഫുള്ളി എന്താണ്, അലൗബിൾ എക്സ്പെൻസാണ്. ഇനി 5th വണ്ണ് പറയുന്നത് ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ലോൺ ആണ്. Interest paid on loan which was originally taken for the acquisition of a capital asset is allowable
സിൻസ് സച്ച് എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഫോർ ബിസിനസ്. ലോണിന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് കൊടുത്തത്, ഈ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ലോൺ എടുത്തതാണ്, അതിന് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, അത് എന്തിനു വേണ്ടിയിട്ടാണ്, ക്യാപിറ്റൽ അസറ്റ് വാങ്ങിക്കുന്നതിന് വേണ്ടി എടുത്ത ലോണാണ്. അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ആ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ അത് എന്താണ്, അലവബിൾ എക്സ്പെൻസാണ്. നെക്സ്റ്റ് വരുന്നത് എക്സ്പെൻസസ് ഫോർ ഷിഫ്റ്റിംഗ് എ ബിസിനസ് ഫ്രം അർബൻ ടു റൂറൽ ഏരിയാസ്. ഒരു ബിസിനസ് അർബൻ ഏരിയയിൽ നിന്ന് റൂറൽ ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, അങ്ങനെ വരുന്ന എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നോട്ട് അലൗഡ് എക്സ്പെൻഡിച്ചർ. എന്നുവെച്ചാൽ ബിസിനസ് ആക്ടിവിറ്റീസുമായിട്ട് അത് റിലേറ്റഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം എക്സ്പെൻസ്, ഷിഫ്റ്റ് ചെയ്യാനുള്ള എക്സ്പെൻസൊക്കെ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസുമായിട്ട് റിലേറ്റഡ് അല്ലാത്തതുകൊണ്ട് അതെന്താണ്, ഡിസലൗഡ് എക്സ്പെൻസാണ്. ഓക്കെ. നെക്സ്റ്റ്, ലീഗൽ എക്സ്പെൻസസ് പെയ്ഡ് ടു പ്രൊട്ടക്ട് ദി ബിൽഡിംഗ് ഓഫ് ദി ബിസിനസ് ആർ ആൻ അലവബിൾ എക്സ്പെൻഡിച്ചർ ബിക്കോസ് ഇറ്റ് ഈസ് ഇൻകേർഡ് ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ബിസിനസ്. അപ്പോൾ ബിസിനസ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ലീഗൽ എക്സ്പെൻസ് വരുന്നത്, അല്ലേ? അപ്പോൾ അത്തരം എക്സ്പെൻസുകൾ എന്തായിരിക്കും, അലൗഡ് എക്സ്പെൻസുകളാണ്. നെക്സ്റ്റ്, പ്രിലിമിനറി എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ ദി കമൻസ്മെൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ഈസ് അലൗഡ് സബ്ജക്റ്റ് ടു സർട്ടൻ കണ്ടീഷൻസ്. അപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസ്, പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് തുടങ്ങുന്നതിന് മുമ്പ് വരുന്ന പ്രിലിമിനറി എക്സ്പെൻസുകൾ എന്ന് പറയുന്നത് ഒരു നിശ്ചിത ശതമാനം വരെ മാത്രമാണ് അലൗഡ് ആയിട്ടുള്ളത്. അത് പറഞ്ഞിട്ടുണ്ട്, അലൗഡ് സബ്ജക്റ്റ് ടു സർട്ടൻ കണ്ടീഷൻസ്, ചില കണ്ടീഷൻസിന് മാത്രമേ അത് അലൗഡ് ആയിട്ടുള്ളൂ. അക്കോർഡിംഗ്ലി 1/5 ഓഫ് ദി ടോട്ടൽ പ്രിലിമിനറി എക്സ്പെൻസസ് ആർ അലൗഡ് ആസ് എ ഡിഡക്ഷൻ ഈച്ച് ഇയർ ഫോർ 5 years സ്റ്റാർട്ടിംഗ് ഫ്രം ദി ഇയർ ഇൻ വിച്ച് ദി ബിസിനസ് ഹാസ് കമൻസ്ഡ്. ഇത്തരം പ്രിലിമിനറി എക്സ്പെൻസിൻ്റെ കാര്യത്തിൽ സാധാരണ കേസിൽ വരുന്നത് തുടങ്ങി 5 വർഷത്തോളം അതിൻ്റെ 1/5 മാത്രമാണ് ഡിഡക്ഷൻ കിട്ടുന്നത്. എന്താ വെച്ചാൽ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള എക്സ്പെൻസ്, ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ കൂടി അത് മുന്നേ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് തുടങ്ങി 5 വർഷം അത് 1/5 മാത്രമാണ് അതിൻ്റെ ഡിഡക്ഷൻ കിട്ടുന്നത്. അപ്പോൾ 1/5 മാത്രമാണ് അത് അലൗഡ് ആയിട്ടുള്ളത്, എക്സ്പെൻസ് അലൗഡ് ആയിട്ടുള്ളത്. ഓക്കെ. The benefit of this deduction can, however, be claimed only by resident assessee and not by non-resident assessee. അതും ഈ ഡിഡക്ഷൻ കിട്ടുന്നത് റെസിഡൻറ്റ് അസസ്സിക്ക് മാത്രമേ കിട്ടുള്ളൂ. നോൺ റെസിഡൻറ്റ് അസസ്സി ആണെങ്കിൽ അവർക്ക് ഈ ഡിഡക്ഷൻ കിട്ടുന്നില്ല. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ലംസം എമൗണ്ട് പെയ്ഡ് ഫോർ അക്വയറിംഗ് നോ ഹൗ. അപ്പോൾ കോപ്പിറൈറ്റ്, പാറ്റൻറ്റ് കോപ്പിറൈറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ ദിസ് കേസ് ഡിപ്രീസിയേഷൻ ഷാൾ ബി അലൗഡ് ഓൺ ദി കോസ്റ്റ് ഓഫ് നോ ഹൗ അറ്റ് ദി റേറ്റ് 25% ഓൺ WDV മെത്തേഡ്. ഇപ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ്റെ 25% ആണ് ഇവിടെ ഇതിൽ ഡിഡക്ഷൻ കിട്ടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിഡക്റ്റബിൾ. കണ്ടോ, ഇത് നോ ഹൗന് ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിപ്രീസിയേഷൻ്റെ 25%, റിട്ടേൺ എമൗണ്ട് 25% മാത്രമാണ് അവിടെ ഡിഡക്ഷൻ ഇത്തരം കേസിൽ കിട്ടുന്നത്. അടുത്തത്, ഇൻകം ടാക്സ് പെയ്ഡ് ഓൺ ബിഹാഫ് ഓഫ് എൻ നോൺ റെസിഡൻറ്റ് അസസ്സി ഇൻ റെസ്പെക്റ്റ് ഓഫ് ഹൂസ് ഇൻകം ദി അസസ്സി വാസ് അസസ്ഡ് ആസ് ഏജൻറ്റ്. ഇപ്പോൾ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാളുടെ ഇൻകം ടാക്സ് കൊടുക്കുന്നത് ഏജൻ്റായിട്ട് ഈ കൊടുക്കുന്നത് ഈ അസസ്സി ആണെങ്കിൽ, അതായത് ഈ ബിസിനസ് നടത്തുന്ന ഒരാളാണെങ്കിൽ അത് എന്താണ്, ഡിസലൗഡ് എക്സ്പെൻസ്. എന്താ വെച്ചാൽ അത് അയാളുടെയാണ്, ഈ ഒരു അസസ്സിയായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇൻഡിവിജ്വലായിട്ട് അത് റിലേറ്റഡ് അല്ല, അല്ലെങ്കിൽ ഈ ബിസിനസ് നടത്തുന്ന ഇൻഡിവിജ്വലായിട്ട് അത് റിലേറ്റഡ് അല്ലാത്തത് കൊണ്ട് ദിസ് കനോട്ട് ബി അലൗഡ് ആസ് ഡിഡക്ഷൻ. ഇത് അലൗബിൾ എക്സ്പെൻസസ്, ഡിസലൗഡ് എക്സ്പെൻസാണ്. അപ്പോൾ ഏകദേശം ഇതൊന്ന് മനസ്സിലാക്കി. ഓക്കെ, താങ്ക് യു.